അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നാളെ ജനവിധിയാണ്. പിണറായി വിജയൻ തന്നെ തുടരണോ അതോ ശവം തൂക്കികളൊക്കെ കയറണോ എന്ന് നാളെ ജനങ്ങളൊക്കെ തീരുമാനിക്കുന്നർത്ഥം. എന്തൊക്കെ തന്നെയായാലും ഞാനിന്ന് ഈ വീഡിയോ തുടങ്ങുന്നത് ഒരൊറ്റ ചോദ്യം കൊണ്ടാണ്. എന്നാണ് കോൺഗ്രസെ നിങ്ങൾ വയനാട്ടുകാർക്ക് ആ ഒരു വീട് വെച്ചു കൊടുക്കുക? നിങ്ങൾ വയനാട്ടുകാർക്ക് വേണ്ടി പിരിച്ച എക്സാക്ട് തുക എത്രയാണ്? സത്യസന്ധമായിട്ട് ഒന്ന് പറയാൻ കഴിയുമോ? ഒന്നുകൂടിയുണ്ടേ, ആ ആപ്പ് എവിടെ? ഈ 3 ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഇനിയിപ്പോ UDF അധികാരത്തിൽ കയറിയാൽ പോലും നിരന്തരം ജനങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഇവരോട് എന്തോ ഒരു ചില്ലറ പ്രിവിലേജ് ഒക്കെ കാണിക്കാറുണ്ട്. ആ പ്രിവിലേജിന്റെ ഭാഗമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വരാതിരിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. എന്നാലും 1-2 മാധ്യമങ്ങൾ, ഒരുപക്ഷെ ന്യൂസ് മലയാളമായിരിക്കാം, കൈരളി TV ആയിരിക്കാം, നമ്മുടെ മീഡിയ 1 ആയിരിക്കാം, അങ്ങനെയുള്ള 1, 2, 3 ചാനലുകൾ, ചിലപ്പോൾ റിപ്പോർട്ടർ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ഈ ഒരു ചോദ്യം നിരന്തരം ആവർത്തിച്ച് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും നാളൊന്നും നമ്മുടെ മുമ്പിലേക്ക് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ഏകദേശ കണക്കെടുപ്പിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയുന്നത്, ഇത് ഈ ഏതൊരു ഇലക്ഷൻ ആണെങ്കിലും ആ ഇലക്ഷനോടനുബന്ധിച്ച്, ആ ഒരു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു ഭരണപക്ഷ വിരുദ്ധ വികാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഭരണപക്ഷത്തിനോട് വിരുദ്ധമായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അതൊരു വ്യക്തിയോടായിരിക്കാം. എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന അചഞ്ചലനായിട്ടുള്ള, ഇത്രയും ആ ഒരു ഉരുക്കു മനുഷ്യനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിന് ചില പെരുമാറ്റ രീതികൾ, അതൊക്കെയാണ് ആളുകളെ വലിയ പ്രശ്നമാക്കുന്നത്. ആളുകൾക്ക് വേണ്ടത് വളരെ ആയിട്ടുള്ള, എല്ലാവരെയും വിളിച്ചകത്തേക്ക് കയറ്റുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. എല്ലാവരുടെ എപ്പോഴും ചിരിച്ചടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആളുകൾക്ക് വേണ്ടതെന്ന് തോന്നിപ്പോകുന്നു. ഒരു ഉമ്മൻചാണ്ടി സ്റ്റൈൽ ആളുകളൊക്കെ വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിരിയിലൂടെ എന്ത് കുരുത്തക്കേട് നടത്തിക്കഴിഞ്ഞാലും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നമ്മൾ വിചാരിക്കുന്നത് ഒരു 80 സീറ്റെങ്കിലും ഇത്തവണ LDF ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതിലും കുറഞ്ഞ സീറ്റുകളൊന്നും നേടാനുള്ള സാധ്യത കുറവാണെന്ന് കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. മിനിമം ഒരു 80 സീറ്റെങ്കിലും LDF ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ ഒരു വലിയ തരംഗം ഉണ്ടാവും, ഒരു ഭരണപക്ഷ വിരുദ്ധ ഗംഭീരമായിട്ടുള്ള തരംഗം ഉണ്ടാവും. ഇത്തവണ തരംഗം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവിടെ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് സുധാകരനും ഈ ആളുകളെ നിശ്ചയിക്കാനുള്ള പ്രശ്നങ്ങളും, ഈ മതജാതി വർഗങ്ങൾ, ഫോർ എക്സാമ്പിൾ കുറെ നായർ സഭകള്, കുറെ തീയർ സഭകള്, ഇവരെല്ലാരും കൂടിയിട്ട് ലിസ്റ്റ് കൊടുക്കണമല്ലോ. അതായത് ഞങ്ങൾക്ക് ഇന്ന നായന്മാരാണ് വേണ്ടത്, ഞങ്ങൾക്ക് ഇന്ന ആൾക്കാരാണ് വേണ്ടത് എന്നീ പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കണല്ലോ. ആ ലിസ്റ്റൊക്കെ കൂടി കൊടുത്തു വരുമ്പോഴേക്കും ഇവർക്ക് ഈ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനുള്ള സമയം ഒരു അല്പം അങ്ങോട്ട് കടന്നുപോയി. പ്രചരിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഇവർക്ക് പ്രവർത്തനത്തിലുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും ഇത്തവണത്തില് എന്തുകൊണ്ട് LDF വരാൻ സാധ്യതയുണ്ട് സത്യസന്ധമായിട്ട് നിരീക്ഷിക്കുമ്പോൾ, നമ്പർ 1, പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷ വിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്, ഇവിടെ ഭരിച്ചിരുന്ന മന്ത്രിമാരെല്ലാം അത്യാവശ്യം മാന്യന്മാരായിരുന്നു. പൊതുവെ ഒരു മികച്ച പ്രവർത്തനമാണ് എല്ലാവരും നടത്തിയിട്ടുള്ളത്. റിയാസ് അടക്കമുള്ള ആളുകളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടന്ന് കാണുക തന്നെ വേണം. ഈ ടൂറിസത്തിന്റെ ഭാഗമായി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അതിഗംഭീരമാണെന്നൊക്കെ പറയണം. അത്രയ്ക്ക് മികച്ച പ്രവർത്തനമാണ് എല്ലാവരും അവരവരെ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം മന്ത്രിമാരും ജയിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ ആ മന്ത്രിമാരല്ല വേണ്ടത്, റീലിടുന്ന ആൾക്കാരെയാണ് വേണ്ടത് എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കോൺഗ്രസ്സുകാർ മുന്നോട്ട് വെച്ച കുറെ റീൽ MLA-മാരൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എങ്കിലും ഇടതുപക്ഷത്തില് ഈ ഒരു മൂന്നാമത്തെ കാര്യം, ഇടതുപക്ഷം തോറ്റു പണ്ടാറടക്കം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. ഇടതുപക്ഷം അങ്ങോട്ട് തോറ്റു കാണണം, ഇടതുപക്ഷക്കാർക്ക് ജയിക്കാൻ എന്ത് യോഗ്യതയുള്ളത്, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു അടുത്ത കാലത്ത് കേട്ട ഒരു സംഗതി, ഇടതുപക്ഷം വരാം, ഇടതുപക്ഷം വന്നോട്ടെ, പക്ഷേ പ്രശ്നം ഇങ്ങനെ അടുപ്പിച്ച് ഭരിക്കുന്നത് ശരിയല്ല. ഇടതുപക്ഷത്തിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, ഇടതുപക്ഷം മോശം ഭരണം കാഴ്ചവെച്ചുകൊണ്ടൊന്നല്ല, പക്ഷെ അടുപ്പിച്ച് ഭരിക്കുന്നത് അത്ര ശരിയൊന്നല്ല എന്ന് ചില എഴുത്തുകാരടക്കമുള്ള മൊയന്തുകള്, കവികൾ എന്നൊക്കെ പറയുന്ന ചില മൊയന്തുകളൊക്കെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. തുടർ ഭരണം ദുഷിപ്പിക്കും, ഇതായിരുന്നു പ്രശ്നം. തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ അത് ദുഷിപ്പിക്കും, തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ അതൊരു ഏകാധിപത്യ സംഭവമായിട്ട് തീരും, ഒരു പിണറായി വിജയൻ ഒരു ഏകാധിപതിയായിട്ട് മാറും എന്ന ചിന്താഗതി ഉണ്ടാക്കിയെടുത്തു. എന്നാൽ ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, എന്നാ ശരി, നിങ്ങൾ പറ,
ഈ കഴിഞ്ഞ 2 ടേമിലെ ഈ കഴിഞ്ഞ 10 വർഷത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കൃത്യമായിട്ട് എണ്ണി പറ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഭരണമാണ്, ഒരു കുഴപ്പമില്ല, നീറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സഹായം ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നടത്താൻ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുക. പിന്നെ എന്തിനാണ് നിങ്ങൾ ദുർഭരണം ആണ് നടക്കുക, തുടർ ഭരണം ദുഷിപ്പിക്കും, വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നത്? അല്ല, അതാണ് തിയറി. അതാണ് തിയറി. അതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറെ വർത്തമാനമൊന്നും പറയാനില്ല. എന്തൊക്കെയായാലും നമ്മൾക്ക് ഇനിയിപ്പോ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത് എന്തൊക്കെയാണ് ഏറ്റവും ഗംഭീരമായിട്ട് എടുത്തു കാണിക്കില്ല, ഒന്നൊരു ദേശീയ പാത വികസനം തന്നെയാണ്. നടക്കില്ല എന്ന് പറഞ്ഞ് UDF-കാർ പിൻവാങ്ങിയത്. ഭൂമി എടുത്തു കൊടുക്കാൻ അത് പറ്റുന്ന പരിപാടിയല്ല. ഗെയിൽ എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ പദ്ധതി, ഇതൊന്നും നടക്കണ കാര്യമില്ല, ഇത് നമുക്ക് നാട്ടിൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏറ്റവും ഗംഭീരമായിട്ടുള്ള 2 പരിപാടിയാണ്. ഈ 2 പരിപാടിയെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-കാരൻ പറഞ്ഞിട്ടുള്ളത്, ഈ 2 പിണറായി വിജയൻ നടത്താൻ കഴിഞ്ഞാൽ പിണറായി വിജയൻ ആർജവമുള്ള നേതാവായിട്ട് പറയേണ്ടി വരും എന്നാണ്. ഒരുപക്ഷെ സുരേന്ദ്രൻ ആ ഒരു പോസ്റ്റ് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. BJP-കാരനായിട്ടുള്ള സുരേന്ദ്രൻ, ഉള്ളി സുര എന്നൊക്കെ വിളിക്കും, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ BJP-കാരനായിട്ടുള്ള ആ ചങ്ങാതി അന്ന് പറഞ്ഞ പോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അംഗീകരിച്ച് വെക്കൂ, ആ 2 പദ്ധതിയും നടപ്പിലാക്കി എന്നുള്ളതാണ്. ഇനി നമ്മളെ ക്ഷേമ പെൻഷനുകളായിക്കോട്ടെ, ഇവിടെയുള്ള ആരോഗ്യ രംഗമായിക്കോട്ടെ, വിദ്യാഭ്യാസ രംഗമായിക്കോട്ടെ, എല്ലാ മേഖലയും അതിഗംഭീരമായിട്ട് വളർന്ന 10 വർഷമാണ്. എല്ലാ മേഖലയും ഗംഭീരമായിട്ട് വളർച്ച പ്രാപിച്ച 10 വർഷമാണ് നമ്മുടെ മുമ്പിൽ കടന്നുപോയത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അത്യാവശ്യം മാന്യമായിട്ടുള്ള ജീവിതമായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി UDF-കാർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സിംപിളി പറയാം. ഇപ്പോഴവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഖജനാവിൽ പണമില്ല എന്നാണ്. ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, ഖജനാവിൽ പണമില്ല. ഈ ഒരു പണമില്ല എന്ന് പറഞ്ഞ ഈ വർത്തമാനം ഉണ്ടല്ലോ, അത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനത്തെ ഒരു വർത്തമാനം ഇടുന്നത്? ഇതൊരു മുൻകൂർ ജാമ്യമാണ്. എങ്ങാനും ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 1 or 2 months ക്ഷേമ പെൻഷനുകൾ മുടങ്ങും. വയനാട് വീട് നിർമ്മാണം തീർച്ചയായിട്ടും അവസാനിക്കും. അവർക്കിനി ബാക്കിയുള്ളവർക്കിനി വീട് കിട്ടാനേ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആ വീട് പണി തുടരാനേ പോകുന്നില്ല, അവർ നിർത്തിവെക്കും, കോൺഗ്രസ് നിർത്തിവെക്കും. ഒറ്റ കാരണം പറയും, പിണറായി വിജയൻ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പരിപൂർണമായിട്ട് തുടച്ചിട്ടാണ് പോയത്. ഖജനാവിൽ 5 പൈസ ഇല്ല, പൂച്ച പെറ്റ് എടുക്കുകയാണ് എന്ന പണ്ടത്തെ ആന്റണിയുടെ വർത്തമാനമൊക്കെ പറയും. പൂച്ച പെറ്റ് എടുക്കുകയാണെന്ന് പറയും. അതുകൊണ്ട് പൈസ ഇല്ല, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് തരാൻ ഒക്കില്ല, വീട് പണി തുടരാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ പറ്റൂല, ഫ്രീ ആയിട്ട് യാത്ര നൽകാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ KSRTC ഞങ്ങൾ പൂട്ടാൻ പോവാണ്, KSRTC മുന്നോട്ട് പോവില്ല, അതിന് ഭീമമായ സംഖ്യ കടമെടുക്കേണ്ടി വരും. KSRTCക്ക് പകരം ഇവിടെ ഒരുപാട് പണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ പ്രൈവറ്റ് ബസ് ഓടിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാ കാര്യവും ഒരു പ്രൈവറ്റൈസേഷനിലേക്ക് ഇവന്മാർ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. ഇനി സംശയം ഇല്ലെങ്കിൽ എങ്ങാണ്ട് യുവന്മാരെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ 1-2 വർഷത്തിനുള്ളിൽ നിങ്ങളത് അനുഭവിക്കും. ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് യാത്ര കിട്ടുന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല, ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. സ്ത്രീകൾക്കെന്ന് വേണ്ട ആർക്കും എന്തൊരു യാത്ര ചെയ്യാൻ KSRTC എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് LDF-ന് ഒരു ഗുണമായിട്ട് മാറുള്ളത് ഈ ഇലക്ഷൻ്റെ ഒരു അവസാന നിമിഷത്തിൽ ആ വയനാട്ടുകാർക്ക് ആ വീട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ടൗൺഷിപ്പാണ്, ഒരു ടൗണിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടാക്കപ്പെടുകയാണ്. ബാലവാടികളും സ്കൂളുകളും വിനോദസഞ്ചാര പാർക്കുകളും എവ്രിതിങ്, ജിമ്മുകളും എവ്രിതിങ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള ആ ഒരു പദ്ധതിയൊക്കെ നടപ്പിലാക്കിയതുകൊണ്ട് ഒരു അനുകൂലമായിട്ടുള്ള തരംഗം LDF-ന് ഉണ്ടാകേണ്ടതാണ്. ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം ഇതൊക്കെ പെട്ടിയിൽ കിടക്കുന്ന കാര്യം ജനങ്ങളുടെ തലയിലേക്ക് എന്താണ് കയറിയതെന്നും പറയാൻ കഴിയില്ല. പണത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, ജാതി മത സമവാക്യങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ, പണവും ജാതി മത സമവാക്യങ്ങളും ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും LDF-ന് കൈവിട്ടു പോകും. ഇനി അതല്ല,
അത്തരം ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടും അത് ശക്തമായ രീതിയിൽ ഇവരുടെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. ഇവരൊക്കെ തന്നെ നല്ലത്, LDF തന്നെ നല്ലത് എന്ന ചിന്തയിലാണ് ആളുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ LDF തന്നെ കയറാനും സാധ്യതയുണ്ട്. എന്തായാലും എന്തൊരു അനുകൂല തരംഗം തന്നെയാണ് LDF ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ അനുകൂല തരംഗം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയം ഞാനൊക്കെ പ്രകടിപ്പിക്കുന്നത് നേതാക്കന്മാർക്കൊന്നും അത്ര വലിയൊരു ഹാപ്പിനെസ് കാണാനില്ല. ഇനി നമ്മൾ UDF ഇതേ രീതിയിൽ വരികയാണെങ്കിൽ UDF എത്ര കിട്ടും? ഒരു 50-60 സീറ്റുകൾ, ഒരു 60-65 വരെ ഉള്ള സീറ്റുകളായിരിക്കും മിക്കവാറും UDF 70 മുട്ടില്ല. ഒരു 65 വരെയൊക്കെ സീറ്റുകളിലേക്ക് ആയിരിക്കും UDF മുന്നേറുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അവന്മാർ മുന്നേറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്ന്, ഭരണപക്ഷത്തിന്റെ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭരണപക്ഷത്തിന്റെ പരാജയങ്ങൾ കൃത്യമായിട്ടും ആളുകൾ മുമ്പിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. കാരണം അവർക്കിടയിലുള്ള തല്ലെന്നെ തീർപ്പാക്കാൻ നേരം പോലെ സാധിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി വേണ്ടിയിട്ടുള്ള തല്ലുകൾ ഏത് നായരാണ്? അങ്ങനെയുള്ളൂ. വളക്കത്ര നായരാണോ, ഇനി വേറെ ഏതെങ്കിലും നായന്മാരാണോ, ഏത് നായരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന തല്ലുകൾ എന്നുള്ളതാണ്. അത്രയ്ക്ക് മോശമായ രീതിയിലെ കാര്യങ്ങൾ കടക്കുക. അപ്പോൾ ഭരണപക്ഷത്തിന് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. കോടതിയിൽ വരെ പോയപ്പോൾ ഗുഡ് ഗവേണൻസ്, നല്ല ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നടക്കം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വയനാട് ഫണ്ട് തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ കോൺഗ്രസ്സുകാരെ ആ ഫണ്ട് എവിടെ? നിങ്ങളത് എങ്ങനെയാ മുക്കിയേ? ആർക്കാ കൊടുത്തേ? അപ്പോൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവന്മാര് ആപ്പിറക്കി പിരിച്ച ഫണ്ടിന്റെ തുകയും അവർക്ക് ഒരു കല്ല് പോലും ഇട്ട് ആ കല്ലിന്റെ മേലെ ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ കഴിയാത്തൊരവസ്ഥയും, ഞങ്ങൾ വീട് പണി തുടങ്ങിയല്ലോ, ഡെന്റിൽ വാർപ്പായല്ലോ എന്നീ പറയുന്ന നുണകളെല്ലാം ജനങ്ങൾ നിരന്തരം കേൾക്കുകയും ഇവരന്മാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. നമുക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. ചോദ്യം ചോദിക്കണം, മതി സംസാരിക്കേണ്ട, പോവാൻ പറ, ചെല്ലടാ എന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. പിണറായി വിജയൻ ഒറ്റയടിക്ക് കടന്നു പോകുന്ന പറയും, ഇവൻ വേറെ രീതിയിലൊക്കെ പറയും എന്ന രീതിയിൽ മാത്രം വിചാരിച്ചാൽ മതി. ഏറ്റവും രസകരമായിട്ടുള്ള കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളാണ്. അത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരെല്ലായ്പ്പോഴും അങ്ങനെയാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ഒരുപക്ഷെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കസേര എടുത്തിട്ട് മറ്റവന്റെ മണ്ടയ്ക്ക് അടിക്കുന്ന പരിപാടികളൊക്കെ ഇവന്മാരാണ് ചെയ്തു കളയും. അതുകൊണ്ട് അത്തരം ചർച്ചകളൊന്നുമില്ല. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നുള്ള സംഗതികളൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ അവർക്ക് രണ്ട് ചർച്ച നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് UDF ഗുണം ചെയ്യുക ലീഗായിരിക്കും. ലീഗ് തീർച്ചയായിട്ടും മലപ്പുറം തൂത്തുവാരും. ഞാൻ അതാ വിചാരിക്കുന്നത് കേട്ടോ. ലീഗുകാർക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. ലീഗ് തീർച്ചയായിട്ടും തൂത്തുവാരും. കാരണം അവർ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞതിൽ അവൾ വളരെ സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മാന്യമര്യാദയ്ക്ക് അവർ ആ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുകയും ചെയ്തു. വളരെ നീറ്റായിട്ട് അവർ വെച്ചു കൊടുത്തു. അത് നമ്മൾക്ക് അവരെ കൈയടിച്ച് അവരെ അഭിനന്ദിക്കുക തന്നെ വേണം. 100% അവരത് ചെയ്തു എന്നുള്ളതാണ്. ഇനി NDAയുടെ അവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ LDF പറയുന്നത് NDAക്ക് ഉണ്ടായിരുന്ന നിയമത്തെ ഒരു സീറ്റ് അത് ഞങ്ങൾ തീർച്ചയായിട്ടും പരിപൂർണമായിട്ട് പൂട്ടിയതാണ്. ഇനി അത് തുറക്കാൻ പറ്റൂല, അതൊരു മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയതാണ്, ഇത് തുറക്കാൻ പറ്റൂല എന്നാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ശിവൻകുട്ടി സാർ അടക്കം പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്കിലും സാധ്യതയുള്ളെന്ന് പറയുന്നത് 1-2 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ NDA വരാനും സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇനി UDF എങ്ങാനും കൂടുതലായിട്ട് അവന്മാരെ സഹായിക്കുകയാണെങ്കിൽ, ഇവരിങ്ങനെയാണല്ലോ, സഹായിക്കുകയാണെങ്കിൽ കൂടുതൽ ഒരു 5 സീറ്റിലേക്കൊക്കെ തീർച്ചയായിട്ടും തൃശ്ശൂർ പോലുള്ളൊക്കെയുള്ള നാറിയ കളികൾ നടക്കുകയാണെങ്കിൽ ഒരു 5 സീറ്റിലേക്കൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ NDA കയറി എന്നും വരാം. സുഹൃത്തുക്കളെ, എന്തായാലും നാളെ അറിയാം. ബൈ.